Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss secondary distribution of overhead under direct distribution method. Today's question is this. Skywing Industries Limited has 3 production departments X, Y and Z and 5 service departments. The following are details of primary distribution summary for the month of January 2014. Production department X rupees 50,000, Y rupees 35,000, Z rupees 15,000, total 1 lakh. Service departments, first one canteen rupees 6,000, timekeeping rupees 4,500, accounts rupees 7,500, stores rupees 2,000, power rupees 5,000, total 25,000 rupees. The following details are available in respect of the production departments. Number of workers 16 in department X, 8 in departments Y, 6 in department Z. HP of machine, that means horsepower of machine, 60 for department X, 40 for department Y, 25 for department Z. Number of stores requisition, 250 for department X, 100 for department Y and 50 for department Z. Apportion the cost of service departments to the production departments. Okay, let's start. Statement showing reapportionment of overhead. Reapportionment of overhead means secondary distribution of overhead under directed distribution method. Okay, നോക്കാം. Statement of reapportionment of overhead directed distribution method ആണ്. നിങ്ങൾ മൊത്തത്തിൽ എഴുതാം, മിസ്സിന്റെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് DDM എന്ന് എഴുതിയിരിക്കുന്നത്. Direct distribution method. That is the first method. Okay. Item, then basis column, then ടോട്ടൽ. ഇനി എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ആണോ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് അതനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ്സിന്റെ എണ്ണം കൂട്ടുക. എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ആണോ ഉള്ളത് അതനുസരിച്ച് കോളം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മെയിൻ 3 കോളംസ് ഉണ്ടാവും. ഏതാണ്? ഐറ്റം, ദെൻ ബേസിസ്, ടോട്ടൽ, ദെൻ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സിനനുസരിച്ച് നെക്സ്റ്റ് കോളംസ്. ഓക്കെ, ഫസ്റ്റ് ഐറ്റം ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് എക്സ് ഹാവ് 50,000 rupees ഓവർഹെഡ്, 50,000 rupees, വൈ 35,000 ആൻഡ് ഇസഡ് 15,000. ഓക്കെ, അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി പ്രകാരം എക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് 50,000 റുപ്പീസിന്റെ ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. അതുപോലെ വൈ 35,000, ഇസഡ് 15,000. ഓക്കെ, ദെൻ ഇവിടുത്തെ നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് ക്യാൻറ്റീൻ, ദെൻ ടൈം കീപ്പിംഗ്, ദെൻ അക്കൗണ്ട്സ്, ദെൻ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ പവർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഈ 5 ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർഹെഡ്സ് എങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അലോക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്യാൻറ്റീൻ. ക്യാൻറ്റീൻ എക്സ്പെൻസസ് എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക? ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് വർക്കേഴ്സ്. ക്യാൻറ്റീൻ എക്സ്പെൻസസ് ആർ അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് എന്തായിരിക്കും? ഡയറക്റ്റ് നമ്പർ ഓഫ് വർക്കേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ ബേസിലാകുമ്പോഴത്തേന് 8:4:3 8:4:3 എന്ന് പറയുന്ന പ്രൊപ്പോർഷനിലാണ് അല്ലെങ്കിൽ 8:4:3 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കണം നമ്മളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ടോട്ടൽ ഫിഗർ 6,000 rupees ആണ്. 6,000നെ ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. നോക്കെ, 6,000 into 8/15, then 6,000 into 4/15, then 6,000 into 3/15. അങ്ങനെ അലോക്കേറ്റ് ചെയ്ത ഫിഗർ ആണ് 3,200, 1,600, 1,200. ഓക്കെ അല്ലേ? ഒന്നും കൂടെ 6,000നെ ഈ പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്ത ഫിഗർ ആണ്. 6,000 into 8/15, then 6,000 into 4/15, then 6,000 into 3/15, 3,200, 1,600, then 1,200. Okay, then next time keeping ആണ്. Time keeping total cost 4,500 ആണ്. This amount also apportioned on the basis of number of workers. Number of workers നമുക്കറിയാം 8:4:3. സെയിം നമ്മൾ മാനറിൽ തന്നെ ചെയ്യുക, തൊട്ട് മുമ്പ് ചെയ്ത അതേ മാനറിൽ ചെയ്യുക. 4,500 into 8/15, 4,500 into 4/15, 4,500 into 3/15. അപ്പോൾ എമൗണ്ട് എത്രയ്ക്ക് വരിക? 2,400, 1,200, then 900. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ എന്തിന്റെ ബേസിൽ തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ ബേസിലാണ്. ടോട്ടൽ എമൗണ്ട് 7,500 ആണ്. 7,500 into 8/15, then 7,500 into 4/15. അടുത്തത് 7,500 into 3/15. അതാണ് ഈ ഫിഗർ. ഓക്കെ, അങ്ങനെ നമ്മൾ അപ്പോർഷൻ ചെയ്യും.
ദെൻ അടുത്തത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡ്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. സ്റ്റോഴ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ്റെ ബേസിലാണ്. സ്റ്റോഴ്സ് എങ്ങനെയാണ്? നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:2:1 ആണ്. 5:2:1 എന്ന് പറയുന്ന പ്രൊപ്പോർഷനിലാണ് നമ്മളത് ഡിവൈഡ് ചെയ്യുന്നത്. 5:2:1 എന്ന പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ ഫിഗർ 2000 ആണ്. 2000 into 5/8, 2000 into 2/8, then 2000 into 1/8. അതായിരിക്കും 1250, 500, then 250 എന്ന് പറയുന്ന ഫിഗർ. ഓക്കെ, അത് നമ്മൾ പോർഷൻ ചെയ്ത് ലാസ്റ്റ് ആയിട്ട് പവറാണ്. പവർ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയേ. പവർ എന്ന് പറയുന്നത് എപ്പോഴും ഹോഴ്സ് പവർ ഓഫ് മെഷീൻ്റെ ബേസിലായിരിക്കും. HP ഓഫ് മെഷീൻ, ദാറ്റ് മീൻസ് ഹോഴ്സ് പവർ ഓഫ് മെഷീൻ്റെ ബേസിലായിരിക്കും നമ്മുടെ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഹോഴ്സ് പവർ ഓഫ് മെഷീൻ നമ്മുടെ റേഷ്യോ എടുത്തത് 12:8:5 ആണ്. 12:8:5 എന്ന് പറയുന്ന പ്രൊപ്പോർഷനിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ടോട്ടൽ ഫിഗർ 5000 ആണ്. ടോട്ടൽ ഫിഗർ 5000 ആണ്. 5000നെ നമ്മൾ ഈ പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്യുക. 5000 into 12/25, then 5000 into 8/25, then 5000 into എത്രയാണ് 5/25. അതാണ് നമ്മുടെ ഈ ഫിഗർ കിട്ടിയിരിക്കുന്നത്. 2400, 1600, then 1000. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ ഓവർ ഹെഡ് എത്രയാണ് ടോട്ടൽ ചെയ്യുക. ഇത് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന് അലോക്കേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പം നോക്കേ, എക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ, അതായത് അവരുടെ എക്സ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഓൾറെഡി 50,000 ഓവർ ഹെഡ്സ് ഉണ്ടായിരുന്നു, കോസ്റ്റ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡ്സും കൂടെ ടോട്ടൽ ചെയ്തപ്പോൾ 63,250 rupees have X department, then 41,900 rupees cost have department Y, then 19,850 rupees have Arkana department itself. Okay, total 1,25,000 ആണ്. മൂന്നിൻ്റെയും കൂടെ ടോട്ടൽ വരുന്നത് XYZ. സം ഓഫ് XYZ ആണ് എന്തെന്ന് പറയുക ടോട്ടൽ 1,25,000 rupees. Okay, dear students, watch the videos carefully and try to work out this problem. Okay.